മൂന്നാമത് അന്താരാഷ്ട്ര ബുക്ക് ഫെസ്റ്റിവൽ ഇന്ന് അസംബ്ലി ഹാളിൽ നിയമസഭാ കവാടത്തിൽ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. എം മുകുന്ദൻ സാഹിത്യകാരൻ ഉണ്ടായിരുന്നു. നിരവധി അതുപോലെ കർണാടക സ്പീക്കർ വളരെയധികം ജനങ്ങൾക്ക് ഉപകരിക്കുന്ന ഒന്നായിരിക്കും ഈ പുസ്തകോത്സവം എന്ന് മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ സ്പീക്കർ ഷംസീർ അതുപോലെ തന്നെ കർണാടക സ്പീക്കർ അതുപോലെ തന്നെ എം മുകുന്ദനും പറയുന്നത്. നമുക്ക് ആ പ്രോഗ്രാമിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തിരികെയടിക്കുന്നതോടുകൂടി തുടക്കം കൊടുക്കാൻ പോവുകയാണ്. KLIDF ലെജിസ്ലേച്ചറിൻ്റെ ഒരു ബുക്ക് ഫെസ്റ്റിവലാണ്. 2 വർഷം പിന്നിട്ട് 3-ാം വയസ്സിലേക്ക് എത്തുമ്പം അഭിമാനത്തോടെ പറയാൻ സാധിക്കും, ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ലിറ്റററി ഫെസ്റ്റിവലായി മാറ്റാൻ ഞങ്ങൾക്ക് സാധിച്ചു എന്നുള്ളതാണ്. ഒരുപക്ഷെ ജയ്പൂർ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിനോട് കമ്പീറ്റ് ചെയ്യാൻ സാധിക്കുന്ന ലിറ്ററേച്ചർ ഫെസ്റ്റിവലായി ചുരുങ്ങിയ കാലം കൊണ്ട് ഞങ്ങൾ കഴിഞ്ഞത് ഞങ്ങൾക്ക് എല്ലാവരുടെയും പിന്തുണ എന്നുള്ളത് മാത്രമാണ്. ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റിൻ്റെ ആത്മാർത്ഥനിഷ്ഠം, അതുപോലെ തന്നെ മുഖ്യമന്ത്രി ഉൾപ്പെടുന്ന ഗവൺമെൻറ്റിൻ്റെ സഹായം, പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടുന്ന പ്രതിപക്ഷത്തിൻ്റെയും സഹായം എല്ലാം ഒത്തുചേർന്നപ്പോഴാണ് ഒരു അവഗണിക്കാൻ സാധിക്കാത്ത ലിറ്റററി ഫെസ്റ്റിവലായി KLIDF മാറിയത്. KLIDF-ന്റെ ഓരോ എഡിഷനിൽ വെച്ചും നിയമസഭയുടെ പുരസ്കാരങ്ങൾ ഞങ്ങൾ നൽകാറുണ്ട്. ആദ്യ പുരസ്കാരം ഈ രാജ്യത്ത് നമുക്ക് എല്ലാ കാലത്തും യോജിപ്പിക്കുന്നതിന് കൊണ്ടുവരാൻ സാധിക്കണം. അതിന് ശക്തമായി ചെറുത്തുനിൽപ്പാണ് ഇത്തരം ഫെസ്റ്റിവലുകൾ. KLIDF-ന്റെ 3rd എഡിഷൻ അഭിമാനപൂർവ്വം ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നതും ഇതൊരു ചെറുത്തുനിൽപ്പാണ്, റെസിസ്റ്റൻസ് മൂവ്മെന്റാണ്. സാംസ്കാരിക മേഖലയിൽ പലതരത്തിൽ അരാജക ചിന്തകളും നമുക്കിടയിൽ വേർതിരിവുണ്ടാക്കാൻ ശ്രമിക്കുന്ന കാലത്ത് ഈ ചെറുത്തുനിൽപ്പായി KLIDF-ന്റെ 3rd എഡിഷൻ മാറും എന്ന വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. ഇതുമായി സഹകരിച്ചുകൊണ്ടെല്ലാം ഈ ഘട്ടത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട് KLIDF-ന്റെ 3rd എഡിഷൻ ഉദ്ഘാടനം ചെയ്യാൻ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ ഞാൻ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. former mayor of and also speaker Karnataka. Sri Devdutt Patnaik, renowned writer and literary scholar. മലയാളത്തിന്റെ പ്രിയ കഥാകാരനും നിയമസഭാ അവാർഡ് ജേതാവുമായ ശ്രീ എം മുകുന്ദൻ, ബഹുമാനപ്പെട്ട മന്ത്രിമാരായ ശ്രീ വി ശിവൻകുട്ടി, ശ്രീ GR അനിൽ, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വേദിയിലേക്ക് സാദരം ക്ഷണിക്കുന്നു. പ്രധാനമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗ് നിര്യാതനായ ഈയിടെ ദിവസമാണ്. ജവഹർലാൽ നെഹ്റുവിന് ശേഷം തുടർച്ചയായി 10 വർഷക്കാലം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് 2004 മുതൽ 2014 വരെ അദ്ദേഹം പ്രധാനമന്ത്രി പദം വഹിച്ചു.
മൻമോഹൻ സിംഗിന്റെ സ്മരണയ്ക്ക് മുന്നിൽ ആദരാഞ്ജലി അർപ്പിക്കുന്നു. NT വാസുദേവൻ നായർ, വിശ്വ സാഹിത്യകാരനായ NT വാസുദേവൻ നായർ വിട പറയുമ്പോൾ ഇതിഹാസ തുല്യമായ ജീവിതത്തിനാണ് തിരശ്ശീല വീഴുന്നത്. MT വ്യത്യസ്തനാവുന്നത് ആവശ്യവേളകൾ ഉപയോഗിക്കുന്ന ആഴവും പരത്തുമുള്ള വാക്കുകളുടെയും അർത്ഥഗർഭമായ മൗനത്തിലൂടെയുമായിരുന്നു. മതനിരപേക്ഷതയും ജനാധിപത്യവും വെല്ലുവിളിക്കപ്പെടുന്ന ഘട്ടങ്ങളിൽ സ്വതസിദ്ധമായ മൗനം വെടിഞ്ഞ് അദ്ദേഹം വാചാരനായി. ഭാവനയിലും ഭാവുകത്തിലുള്ള നിലവ് കൊണ്ട് മാത്രമല്ല, നിലപാടുകളുടെ സിനിമയും MTയെ ബഹുമാന്യനും ജനപ്രിയമാക്കി മാറ്റി. നിർവചനങ്ങൾക്കപ്പുറമുള്ള മരണമില്ലാത്ത സാഹിത്യ സൃഷ്ടികളുടെ അദ്ദേഹം മരണമായി തുടരും. ആ സ്മരണകൾക്ക് മുന്നിൽ ആദരാഞ്ജലി അർപ്പിക്കുന്നു. അന്തരിച്ച മാർക്കറ്റുകളുടെ ആദർശമായി നമുക്ക് അല്പസമയം എഴുന്നേൽക്കുന്ന മൗനമായി ചെയ്യാം. കേരള നിയമസഭ അന്താരാഷ്ട്ര ആദരണീയനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, ഈ വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ, സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാർ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ,